Students, നമ്മൾ module 6 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് acidity of alcohols ന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിസൺ ഓഫ് acidity of alcohols. നമ്മൾ ആൾറെഡി കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ആൽക്കഹോൾസ് വീക്കർ ആസിഡ്സ് ദാൻ വാട്ടർ ആണ്, അതേപോലെ ഫീനോൾസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസും ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും അസിഡിറ്റി കുറഞ്ഞ ആൾ, അതിൽ നിന്നും കൂടിയ ആൾ, അങ്ങനെ പോയി ഏറ്റവും മോർ അസിഡിക് ആയിട്ടുള്ള ആൾ വരെയുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ പ്രൊപ്പാനോൾ ഉണ്ട്, 2,4,6 ട്രൈനൈട്രോഫീനോൾ ഉണ്ട്, 3-നൈട്രോഫീനോൾ ഉണ്ട്, 3,5-ഡൈനൈട്രോഫീനോൾ ഉണ്ട്, ഫീനോൾ ഉണ്ട്, 4-മീഥൈൽ ഫീനോൾ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ക്വസ്റ്റ്യനിൽ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ ഫീനോളിന്റെ ഡെറിവേറ്റീവ് അല്ലാത്തത്. അതെന്ന് പറയുന്നത് പ്രൊപ്പാനോളാണ്. അപ്പം ഏറ്റവും വീക്കർ ആസിഡ് ഇതിൽ ആരാന്ന് ചോദിച്ചാൽ അത് ആരാ? പ്രൊപ്പാനോളാണ്. ഇനി ബാക്കി കമ്പാരിസൺ നടത്തണമെങ്കിൽ നിങ്ങൾ ഇതിന്റെയൊക്കെ സ്ട്രക്ചേഴ്സ് വരച്ച് നോക്കണം, അപ്പോഴേ കറക്റ്റ് മനസ്സിലാവും. സെക്കൻഡ് എന്ന് പറയുന്നത് 2,4,6 ട്രൈനൈട്രോഫീനോൾ. അതിൽ ആദ്യം ഫീനോൾ വരയ്ക്കും, അതിന്റെ 2,4,6 പൊസിഷനിൽ ആരെ വെക്കും? NO2 വെക്കും. അപ്പോൾ ദാറ്റ് ഈസ് 2,4,6 ട്രൈനൈട്രോഫീനോൾ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോളിന്റെ മണ്ടയിൽ NO2 വെക്കും, ദാറ്റ് ഈസ് കാൾഡ് 3-നൈട്രോഫീനോൾ. ഇനി ഫീനോളിന്റെ മണ്ടയിൽ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഫീനോളിൽ ഈ പറഞ്ഞ പോലെ 4th-ലും 6th-ലും വെച്ച് കഴിഞ്ഞാൽ 3,5-ഡൈനൈട്രോഫീനോൾ വരും. 4th-ലല്ല 3rd-ലും 5th-ലും വെച്ച 3,5-ഡൈനൈട്രോഫീനോൾ. ഇത് സാധാ നമ്മുടെ ഫീനോൾ. അടുത്തത് ഈ പറഞ്ഞ പോലെ മീഥൈൽ 4-മീഥൈൽ ഫീനോൾ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഫീനോൾ ഇത് കഴിഞ്ഞാൽ വരുന്നത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ലെസ് അസിഡിക് ആയിട്ടുള്ളത് നമ്മുടെ പ്രൊപ്പാനോളാണ്. അത് കഴിഞ്ഞ് ഫീനോളിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ പിന്നെയും ഫീനോളിന്റെ അസിഡിറ്റി കുറയും. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ അസിഡിക് നേച്ചറിൽ ഫീനോൾ. ഇനി അടുത്ത അസിഡിറ്റി കൂടുന്നത് NO2 ഗ്രൂപ്പ് വെച്ചിട്ടാണ്. NO2 ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അസിഡിറ്റി കൂടും. അപ്പൊ നോക്കിക്കേ, അതിനുശേഷം വരുന്നത് ഈ പറഞ്ഞ പോലെ 3-നൈട്രോഫീനോൾ. എത്ര നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്? ഒരെണ്ണം. അടുത്ത് വരുന്ന ഏതാ? 3,5-ഡൈനൈട്രോഫീനോൾ. അതിൽ എത്ര നൈട്രോ ഉണ്ട്? 2 എണ്ണം. ഏറ്റവും അസിഡിക് ഈ കൂട്ടത്തിലുള്ളത് 2,4,6 ട്രൈനൈട്രോഫീനോൾ എന്നാണ്. ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് പിക്രിക് ആസിഡ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ പിക്രിക് ആസിഡിനെ കുറിച്ച് പഠിക്കും. ഇനി നമ്മൾ പോകുന്നത് അടുത്തത് റിയാക്ഷൻ വിത്ത് മെറ്റൽസിലേക്ക്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടെർഷറി ആൽക്കഹോൾ എടുത്തു, അത് ടെർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോൾ അലൂമിനിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കിട്ടുന്നത് അലൂമിനിയം ടെർട്ട് ബ്യൂട്ടോക്സൈഡ് കിട്ടും. ആരെ കിട്ടും? അലൂമിനിയം ടെർട്ട് ബ്യൂട്ടോക്സൈഡിനെ കിട്ടും. ഇനി ഫീനോളിൽ NaOH ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് സോഡിയം ഫീനോക്സൈഡും വാട്ടറും കിട്ടും. ആരെ കിട്ടും? സോഡിയം ഫീനോക്സൈഡും വാട്ടറിനെയാണ് കിട്ടും. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്. അതിൻ്റെ അകത്ത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് OH ബോണ്ടാണ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂൾ തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ. ഇവിടെയും OH ബോണ്ട് ആൽക്കഹോളിന്റെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യും. എസ്റ്ററിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ആൽക്കഹോളോ ഒരു ആസിഡും കാർബോക്സിലിക് ആസിഡും കൂടി റിയാക്ട് ചെയ്ത് സ്വീറ്റ് സ്മെല്ലിംഗ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള എസ്റ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് എസ്റ്ററിഫിക്കേഷൻ. അപ്പോൾ എസ്റ്ററിഫിക്കേഷനിൽ നമ്മൾ ആരെയൊക്കെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ ഒരു ആൽക്കഹോളിനെയും ഒരു കാർബോക്സിലിക് ആസിഡും. ഈ കാർബോക്സിലിക് ആസിഡ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ആസിഡ് ക്ലോറൈഡ് എടുക്കാം, ആസിഡ് അൺഹൈഡ്രേറ്റ് എടുക്കാം. ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് മോസ്റ്റ് ഫെമിലിയർ. വാട്ട് വി വിൽ ഗെറ്റ് as the product? We will get ester as the main product. നിങ്ങൾക്കറിയാം, എസ്റ്റേഴ്സ് ആ സ്വീറ്റ് സ്മെല്ലിംഗ് കോമ്പൗണ്ട്സ് ആണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഇൻഡസ്ട്രീസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഈ എസ്റ്ററിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടാണ് ആസ്പിരിൻ. നമ്മുടെ മെഡിസിൻസിൽ, പ്രത്യേകിച്ച് ഡോളോ, പാരസെറ്റമോൾ പോലുള്ള മെഡിസിൻസ്, ഫാർമസ്യൂട്ടിക്കൽസിൽ ഇതിൻ്റെയൊക്കെ കമ്പോണൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ആസ്പിരിൻ. ഞാൻ ആദ്യമേ ആസ്പിരിൻ്റെ കുറച്ച് വളരെ വണ്ടർ ഡ്രഗ് എന്ന് നമുക്ക് ആസ്പിരിനെ വിളിക്കാൻ പാകത്തിലുള്ള കുറേ പ്രോപ്പർട്ടീസ് ആസ്പിരിൻ എന്ന കെമിക്കൽ കോമ്പൗണ്ടിനുണ്ട്. ഈ പ്രോപ്പർട്ടീസ് പ്രധാനമായിട്ടും 3 പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് അനാൽജസിക് പ്രോപ്പർട്ടി. അനാൽജസിക് മീൻസ് പെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ പറഞ്ഞ ആസ്പിരിനുണ്ട്. അടുത്തത് ആൻറ്റി ഇൻഫ്ലമേറ്ററി. എവിടെയെങ്കിലും ശരീരത്തിൽ നീരുണ്ടെങ്കിൽ, ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ആസ്പിരിനുണ്ട്. അടുത്ത വരുന്നതാണ് ആൻറ്റി പൈററ്റിക്. നമുക്ക് പനി, ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കൂടി, ഫീവർ എത്തി, അപ്പോൾ നമ്മൾ ഡോളോ, പാരസെറ്റമോൾ പോലുള്ള കഴിച്ചിട്ട് നമ്മുടെ ടെമ്പറേച്ചർ കുറയുന്നു. അതിന് കാരണം ആ ഡോളോയിൽ ആസ്പിരിൻ ഉണ്ട്. ആ ആസ്പിരിന് ആൻറ്റി പൈററ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ആൻറ്റി പൈററ്റിക് പ്രോപ്പർട്ടി മീൻസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു വണ്ടർ
ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആസ്പിരിൻ പൊസസ് ചെയ്യുന്നത്. ഇനി ആസ്പിരിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ അടുത്ത മോഡ്യൂൾ വീഡിയോയിൽ കാണാം. ഇനി ഞാൻ ഒന്നും കൂടെ പറഞ്ഞേക്കാം, ഈ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് ഫിനോൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചെയ്തു. അതിനുശേഷം നമ്മൾ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് OH ബോണ്ടിൽ സെക്കൻഡ് റിയാക്ഷനായ റിയാക്ഷൻ വിത്ത് മെറ്റൽ പഠിച്ചു. ഫസ്റ്റ് റിയാക്ഷൻ അതിൽ എന്തായിരുന്നു? അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ്. സെക്കൻഡ് എന്തുവാ? റിയാക്ഷൻ വിത്ത് മെറ്റൽ. തേർഡ് എന്തുവാ? എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, അടുത്തത് റിയാക്ഷൻസ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം.